ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവരുടെ വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ വീട്ടിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാതിയും ഋതികയും കൂടെ ചേർന്ന് ഒരുപാട് അപമാനിക്കുകയാണ് നമ്മുടെ പല്ലവിയെ. പക്ഷെ അവിടെയൊന്നും തളരാതെ പല്ലവി പിടിച്ചു നിൽക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു എന്നും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നല്ല മനോഹരമായിരുന്നു എന്നുള്ള കാര്യം അച്ചുവും പൂർണിമയും പല്ലവിയോട് പറയാം. അത് കേട്ടപ്പോൾ സന്തോഷമായിട്ടോ നമ്മുടെ സേതുവിനും പല്ലവിക്കും. അഭിനയിക്കുകയായിരുന്നു എന്ന് ഒട്ടും തോന്നുന്നില്ല, അത്രയ്ക്ക് നാച്ചുറലായിട്ടാണ് ചേച്ചി ചെയ്തത് എന്നൊക്കെ അച്ചു ഇങ്ങനെ പല്ലവിയോട് പറയാം. എക്സ്പ്രഷൻസും നന്നായിരുന്നു, അടിപൊളിയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതെ, രണ്ടാളും നന്നായിട്ട് ചെയ്തു എന്ന് പൂർണിമയും പറയാം. അപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ മീതെ ഇവരുടെ ആ ഒരു ഇത് കിട്ടി കഴിഞ്ഞപ്പോഴേക്കും പല്ലവിക്കും അതുപോലെ തന്നെ സേതുവിനും സന്തോഷമായി. പക്ഷെ പല്ലവിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു വിങ്ങൽ കിടക്കുമല്ലേ. പല്ലവി എന്നിട്ട് അവിടെ നിന്ന് ഒരു പോക്കങ്ങ് പോയി, സേതുവും പിന്നാലെ അങ്ങ് പോവുക. അപ്പം അച്ചുവും പൂർണിമയും ഇങ്ങനെ സങ്കടത്തോടെ അവിടെ നിൽക്കുക കേട്ടോ. ഈ സമയത്ത് സേതു അവിടെ ചെന്ന് പല്ലവിയെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുവാണ്. അതും പല്ലവിയുടെ പെർഫോമൻസിനെ പറ്റി പറഞ്ഞത് കേട്ടില്ലേ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച്. ബുദ്ധിമുട്ടായിരിക്കുമല്ലോ സാറേ എന്നെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, ഞാനേ ഓരോ ഹീറോയുടെ കൂടെ അഭിനയിക്കത്തുള്ളൂ എന്നും ആൾക്ക് ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്കും ഡേറ്റ് ഉണ്ടാകുമെന്ന് പല്ലവി, അല്ലാതെ രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് പല്ലവി ഇങ്ങനെ നിൽക്കുമ്പം ഓക്കെ അല്ല അവർ പറഞ്ഞതുപോലെ എൻ്റെ ഇമേജ് അതൊരു പ്രശ്നമാവോ സേതുവേട്ടാ എന്ന് ചോദിക്കുമ്പോൾ എന്ത് പ്രശ്നം, ഓരോ പ്രശ്നവും ആവില്ല എന്ന് സേതു പറഞ്ഞു. പരസ്യം കാലക്കും നോക്കിക്കോ, വൻ വിജയമായിരിക്കുമെന്നും അല്ലെങ്കിൽ പല്ലവി നോക്കിക്കോളാനും പറഞ്ഞു. അപ്പോൾ സേതുവേട്ടൻ്റെ ഈ വിശ്വസിപ്പിക്കലേ അല്ലെങ്കിൽ ആശ്വസിപ്പിക്കലിനെ ഈ ഒരു മരുന്നിനേക്കാളും ശക്തിയുണ്ട് കേട്ടോ. നമ്മുടെ മനസ്സ് അത് കേൾക്കുമ്പോഴേ ഒരുപാട് തണുക്കും, ശാന്തമാകുമെന്ന് പല്ലവി പറയാം. അപ്പോൾ ബേബി ചേച്ചി അത് കേട്ടോണ്ട് നിൽക്കുക കേട്ടോ. ചിലവുണ്ടേ എന്ന് പറഞ്ഞത് കേട്ടിട്ട്. അപ്പം സേതു ബേബി ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ആദ്യം പരസ്യം എങ്ങനെയുണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പം നന്നായിട്ടുണ്ട് മോനെ എന്ന് ബേബി ചേച്ചി പറഞ്ഞു. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ടെന്നും പറഞ്ഞു. പല്ലവി എങ്ങനെ മാറി നിന്ന് ചിരിക്കുക. അപ്പം ശരിക്കുള്ള ഭാര്യയും ഭർത്താവുമാണെന്നേ ആരും കണ്ടാലും പറയത്തുള്ളൂ എന്ന് പറഞ്ഞു. ആണോ എന്ന് പറഞ്ഞിട്ട് സേതു ഇങ്ങനെ ചോദിച്ചു. അപ്പം ആണോ പല്ലവി എന്ന് പല്ലവിയോട് സേതു ചോദിച്ചപ്പോൾ അപ്പോൾ എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു പല്ലവി. എന്നാലേ എനിക്കറിയാം, ഞാനാ കാണി. അഭിപ്രായം പറയാനുള്ള അവകാശമൊക്കെ എനിക്കാണെന്ന് നമ്മുടെ ബേബി ചേച്ചി പറയാം. പരസ്യം ഹിറ്റായാലേ രണ്ടുപേരും ആ വഴി പിടിച്ചാൽ മതി കേട്ടോ, ഭാവി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വയ്യെന്നും പറഞ്ഞു നമ്മുടെ സേതു ഇങ്ങനെ നിൽക്കും. പല്ലവിക്ക് ഇതൊക്കെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ പല്ലവി അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. പല്ലവി എന്നിട്ട് ബേബി ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നിട്ട് എൻ്റെ പൊന്നു ബേബി ചേച്ചി ഞാനങ്ങും ഇല്ല എന്ന് പല്ലവി പറഞ്ഞു. ഇതന്നെ എല്ലാവരും കൂടെ നിർബന്ധിച്ചപ്പോൾ ഞാൻ വെറുതെ നിവൃത്തിയില്ലാതെ ചെയ്തതാണെന്ന് പറഞ്ഞു. ഇനി അങ്ങനെ ഒരു സാഹസത്തിനൊന്നും എന്നെ കിട്ടില്ല എന്നും പല്ലവി പറയുവാണേ. ഹീറോ വേണമെങ്കിൽ അഭിനയിച്ചോട്ടെ, മീശയൊക്കെ പീരിച്ച് മുണ്ടൊക്കെ ഇങ്ങനെ മാടക്കി കുത്തി മോഹൻലാലിനെ പോലെ ബോടാ മോനെ ദിനേശ എന്നൊക്കെ പറഞ്ഞ് അഭിനയിച്ചോട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക. അപ്പോൾ എൻ്റെ ദൈവമേ ഞാനില്ലേ, ഞാൻ പന്തലുപണിയായിട്ട് തന്നെ പൊക്കോളാം, അതാണ് എൻ്റെ ചോറ്, അത് വിട്ട് ഓരോ കളിക്ക് ഞാനില്ലേ എന്ന് ഇനി എന്തൊക്കെ തരാമെന്ന് പറഞ്ഞാലും ഒന്ന് സേതുവും പറഞ്ഞു. എന്നും പറഞ്ഞോട്ട് നമ്മുടെ ബേബി ചേച്ചി അതും പറഞ്ഞ് സേതു അങ്ങ് പോയി. സേതു പോയി കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞല്ലേ എന്ന് ചോദിച്ചു. മോളതൊന്നും കാര്യമാക്കണ്ട, കണ്ണുകടി അതുകൊണ്ടാ, അതിന് മരുന്നൊന്നുമില്ല എന്നൊക്കെ പറയുവാണേ. അങ്ങനെ പല്ലവിയെ സമാധാനിപ്പിക്കാം. പരസ്യം വളരെ നന്നായിട്ടുണ്ട് കേട്ടോ മോളെ, പരസ്യത്തിൽ അഭിനയിച്ച മോളും സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞ് നമ്മുടെ പല്ലവി അവിടെ നിന്ന് പോയി. അങ്ങനെ അതും പറഞ്ഞാൽ അവരവിടെ നിൽക്കുമ്പോൾ ഈ ഋതികയും സ്വാതിയും കൂടെ അവിടെ നിന്ന് കുശുമ്പും കുഞ്ഞാമിയും പറയുന്നത് കേട്ടോണ്ട് അച്ചു അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. രണ്ടെണ്ണം പറയണം ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു, ഇപ്പം ഏതായാലും നടന്നു, പിന്നെ അത്രയ്ക്ക് ചാടിയൊന്നും നല്ലതല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും അച്ചു വരുന്നുണ്ടെന്ന് പറഞ്ഞു കാണിച്ചു കൊടുക്കുക ഋതിക സ്വാതിക്ക്. നിങ്ങൾ ചെയ്തതേ ഒട്ടും ശരിയായില്ല എന്ന് അച്ചു ഇവരോട് പറഞ്ഞു. പല്ലവി ചേച്ചി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടൊന്നും അല്ലല്ലോ പരസ്യത്തിൽ അഭിനയിച്ചത്, വന്നിക്കണ്ട നിന്ദിക്കരുതെന്ന് അച്ചു രണ്ടാളുമാരോടും പറഞ്ഞു കൊടുക്കുമ്പോൾ അതെ ബിസിനസ് നടത്തുന്നത് ഞാനാ, എനിക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്, എന്നെ ആരും ഒന്നും പഠിപ്പിക്കാൻ വരണ്ട എന്ന് ഋതിക അച്ചുവിനോട് പറഞ്ഞു. ചേച്ചിക്ക് അവർ വലിയ ആൾക്കാരായിരിക്കും, ഞങ്ങൾക്ക് എന്നാൽ അങ്ങനെയല്ല എന്ന് സ്വാതി പറയുവാണ്. ശ്രീഹരിയുടെ കൂടെ ഭാര്യയായിട്ട് നീ അഭിനയിച്ചത് ശരിയായില്ല എന്ന് പറയാൻ ഇരിക്കുകയായിരുന്നു ഞാൻ. അവൻ ആരാ, വെറും ലോ ക്ലാസ് അല്ലേ, പന്തൽ നാട്ടാൻ കുഴിയെടുക്കുന്നവനല്ലേ എന്നൊക്കെ ചോദിക്കുക. ആ കുഴിവെട്ടിയുടെ കൂടെയൊക്കെ മാധവമേനോൻ്റെ മക്കൾ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഒരു നാണക്കേട് വലുതും ഉണ്ടോ എന്നൊക്കെ ഋതുക ചോദിക്കുമ്പോൾ ഋതു അഭിനയം അതൊരു കലയല്ലേ, ആ സിദ്ധിയുള്ളവർ എന്ത് പണി ചെയ്യുന്നു എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അച്ചു. നിനക്ക് അങ്ങനെയൊക്കെ പറയാം, ചോദിക്കുന്നവരോടും ഉത്തരം പറയേണ്ടവന് ഞാനാ, തലയും കുമ്പിട്ട് നിൽക്കേണ്ടി വരും എനിക്ക് നമ്മുടെ ക്ലയൻസിൻ്റെ മുന്നിൽ. ഇത്രയും വലിയ നാണക്കേട് വരുമെന്ന് അറിയായിരുന്നെങ്കിൽ എന്തിനാ പിന്നെ നീ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടത്? ഒരബദ്ധമൊക്കെ ആർക്കും പറ്റുമല്ലോ എന്ന് ഋതിക നേരവേ ഇനി എന്തെങ്കിലും വരട്ടെ,
ഋതുവിൻ്റെ തീരുമാനമേ നടക്കൂ, ഓരോരുത്തനെയും ഞാൻ അടുപ്പിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഋതുക്ക് അവിടുന്ന് വലിയ ആൾ കളിച്ച് പോവുക. അപ്പം അങ്ങനെ തന്നെയാണ് വേണ്ടത്, അതാണ് ശരിയെന്ന് സ്വാതിയും. നീയൊക്കെ ഇതിനെ അനുഭവിക്കുമെന്ന് പറഞ്ഞ് അവിടെ അച്ചു അന്നേരം അവിടെ നിന്ന് അങ്ങ് പോയി. പോകാൻ പാറ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുക. ഇത് കഴിഞ്ഞ് ഇങ്ങ് മാറിക്കഴിഞ്ഞപ്പോൾ അച്ചുവിൻ്റെ ഫോണിലേക്ക് നിഖിലിൻ്റെ കോള് വന്നു. എവിടെയുണ്ടെന്ന് ചോദിച്ചു. അപ്പം ഞാൻ വീട്ടിലുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമായിരുന്നു, ഒരു സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ ഫോണിലൂടെ പറഞ്ഞാൽ പോരെന്ന് ചോദിച്ചു അച്ചു. പറ്റാത്തത് കൊണ്ടാണല്ലോ നേരിട്ട് കാണുമെന്ന് പറഞ്ഞത്. എന്നാൽ നിഖിൽ വീട്ടിലേക്ക് വാ, ഇവിടെ വെച്ച് സംസാരിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറ്റത്തില്ല, എന്നെയും തന്നെയും മാത്രം ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ് എന്ന് ഈ നിഖിൽ പറയൂ കേട്ടോ. ഞാൻ സംസാരിക്കുന്നത് തൻ്റെ വീട്ടുകാർ കേൾക്കാൻ പാടില്ല എന്നും പറഞ്ഞു. പിന്നെ സമയവും സ്ഥലവും അയച്ചു തരാം, വന്നിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് നിഖിൽ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അച്ചു ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴേക്കും ഫോണും കട്ട് ചെയ്തിട്ട് അവൻ്റെ പാട് പോയി. പിന്നെ അച്ചു അകത്തേക്ക് കയറി ചെല്ലുക. ഈ സമയത്ത് ആ ഒരു വീഡിയോ നമ്മുടെ സേതു കണ്ട് ആസ്വദിച്ചിരിക്കുമായിരുന്നു. അപ്പോഴാണ് പൂർണ്ണിമ പുറകെ കൂടെ വന്നിട്ട് ഇതുവരെ വിട്ടില്ലേ എന്ന് ചോദിക്കണേ. അപ്പോഴേക്കും അയ്യോ അമ്മ ഞാൻ വെറുതെ പല്ലവി എവിടെയെന്ന് ചോദിച്ചു. ഞാൻ വിളിക്കാം അമ്മേ, ഇപ്പം തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ പല്ലവി എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വിളിക്കുക. പൂർണ്ണിമയ്ക്ക് ചിരി വരുന്നുണ്ട്. അപ്പോഴേക്കും പല്ലവി ഇറങ്ങി വന്നു. എന്താ അമ്മ വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് എന്ന് പൂർണ്ണിമ പറയാം. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക കേട്ടോ. ഒന്ന്, മോളുടെ ഇപ്പോഴത്തെ കേസ്, മോള് തെറ്റുകാരിയല്ല എന്നുള്ളത് സ്ഥാപിച്ചെടുക്കണം നമുക്ക്. പിന്നെ അത് കല്യാണത്തിന് മുൻപ് തന്നെ ഞാൻ തെളിയിക്കും അമ്മേ എന്ന് സേതു അന്നേരം പറയും കേട്ടോ. പല്ലവി അന്നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. എന്നാലല്ലേ പല്ലവിക്ക് കല്യാണം കൂടാൻ പറ്റൂ. അപ്പോൾ എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, കാശ് എത്ര വേണമെങ്കിലും നമുക്ക് മുടക്കാമെന്ന് പറഞ്ഞപ്പോൾ കാശൊന്നും അല്ല അമ്മ എനിക്ക് വേണ്ടത്, ഇന്ദ്രൻ എവിടെയുണ്ട് എന്ന് കണ്ടുപിടിക്കണം, അതാണ് വേണ്ടതെന്ന് പറഞ്ഞു. അതിനുള്ളൊരു വഴിയൊക്കെ ഞാൻ ആലോചിക്കുന്നുണ്ട്, അത് ഉടനെ നടപ്പാവും അമ്മേ എന്ന് പറയുമ്പോൾ രണ്ടാമത്തേത് നിന്റെ ഡിവോഴ്സ് കേസാണെന്നും അപ്പീൽ കൊടുക്കണം എത്രയും വേഗം എന്നുള്ള കാര്യവും പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരിയെന്ന് സമ്മതിച്ചു. അതിന് നല്ലൊരു വക്കീലിനെ തന്നെ നമുക്ക് കണ്ടുപിടിക്കണമെന്നും പറഞ്ഞു. കുടുംബ കോടതിയിലുണ്ടായ തിരിച്ചടി ഒരു കാരണവശാലും ഹൈക്കോടതിയിൽ ഉണ്ടാകാൻ പാടില്ല എന്നും പറയുവാണ്. അവിടെ നമ്മൾ ഡിവോഴ്സ് നേടിയിരിക്കണമെന്നും പൂർണിമ പറഞ്ഞു. അപ്പോൾ അതും ഇവർ സമ്മതിച്ചു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. നമ്മുടെ മുന്നിൽ സമയം തീരെ കുറവാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കേസ് നീട്ടിക്കൊണ്ട് പോകാൻ ആ ഇന്ദ്രജിത്ത് പരമാവധി ശ്രമിക്കും, അതിനനുവദിക്കരുത് എന്നും പറയുക. മനസ്സിലായോ നിനക്ക്? അപ്പോൾ എൻ്റെ മനസ്സിൽ ചില ഉദ്ദേശങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ തിടുക്കമൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അതെനിക്കറിയാം, അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം, അതെന്തായാലും നടക്കും, പേടി വേണ്ട എന്ന് സേതു ഇങ്ങനെ പറയുമ്പോൾ പല്ലവി ഇങ്ങനെ ഒന്ന് ആലോചിക്കാം. പരസ്യം നന്നായിരുന്നല്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ കുഴപ്പമില്ലെന്ന് സേതു. എപ്പോഴും കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട് അല്ലേ എന്ന് പൂർണിമ ഇങ്ങനെ മോനോട് ചോദിക്കുമ്പോൾ പല്ലവി ഇങ്ങനെ നോക്കിക്കൊണ്ട് നോക്കും, ഇത് തന്നെ ഇവർ പറയണേ. അങ്ങനെ ആലോചിച്ച് അത് പിന്നെ അമ്മ ഞാനും കൂടി ഉള്ളതുകൊണ്ടേ നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പൂർണ്ണിമ അങ്ങ് പോയി. അപ്പോഴും പല്ലവി എന്താ അങ്ങനെയൊന്നും ആലോചിച്ചുകൊണ്ടിരിക്കുക. അല്ല അമ്മ എന്താ അങ്ങനെ പറഞ്ഞു സേതുവേട്ടാ? എന്താ? അല്ല പരസ്യത്തിന് കാര്യം എനിക്കറിയില്ല. സേതുവേട്ടന് അത് അറിയാവുന്ന മട്ടിലാണല്ലോ സംസാരിച്ചത്. ആണോ? അയ്യോ അത് ഞാൻ ചുമ്മാ അമ്മയെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ലേ എന്ന് സേതു ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തായിരിക്കും അമ്മയുടെ മനസ്സിലുള്ള കണക്ക് കൂട്ടല് മനസ്സിലാവുന്നില്ലല്ലോ. ആർക്കറിയാവുന്ന സേതു. സേതുവേട്ടൻ എന്നിൽ നിന്നൊന്നും മറക്കുന്നില്ലല്ലോ അല്ലേ? അയ്യോ ഇല്ല, എൻ്റെ കൂടെ സേതുവേട്ടൻ ഒരു വഴി വരെ വരാമെന്ന് ചോദിച്ചു. എങ്ങോട്ട്? വീട്ടിലേക്കാണോ? വീട്ടിലേക്കൊന്നും അല്ല സേതുവേട്ടാ, എത്ര തവണ സേതുവേട്ടൻ അത് കണ്ടു? എന്ത്? അല്ല പരസ്യം എത്ര തവണ കണ്ടെന്ന്. അതോ? അങ്ങനെയൊന്നുമില്ല പല്ലവി, ഞാൻ വെറുതെ ചുമ്മാ ഇങ്ങനെ എടുത്ത് വെറുതെ ഇരുന്നപ്പോഴേ ഇനി കാണുന്നില്ല പോരെ? കണ്ടാലിപ്പോൾ എന്താ കുഴപ്പം? ശരിയാണല്ലോ, കണ്ടാലെന്താ കുഴപ്പം? പരസ്യമല്ലേ, അല്ലാതെ രഹസ്യമൊന്നും അല്ലല്ലോ എന്നൊക്കെ സേതു. ആ പരസ്യത്തിൽ ഒരു രഹസ്യം ഉണ്ടോ എന്ന് പല്ലവി ചോദിക്കാം. എനിക്കൊന്നും മനസ്സിലാകില്ല എന്ന് വിചാരിക്കണ്ടെന്ന് പറയുമ്പോൾ അത് പിന്നെ ഞാൻ പല്ലവി എനിക്ക് മനസ്സിലായില്ല പല്ലവി ചോദിച്ചത്. ആയിക്കോ എന്ന് പറഞ്ഞു പല്ലവി അവിടെ നിന്ന് പോയി. പരസ്യത്തിൽ രഹസ്യമോ? അതെന്ത് രഹസ്യമാ എന്ന് പറഞ്ഞ് ആലോചിച്ച് നമ്മുടെ സേതു ഇവിടെ നിൽക്കുന്നു. ഈ സമയത്ത് അച്ചുവിനെ കാത്ത് നിഖിൽ പുറത്തു പോയിട്ട് അവിടെ നിൽക്കുന്നു. അച്ചു അങ്ങോട്ടേക്ക് വന്നു. അച്ചു വന്നു കഴിഞ്ഞപ്പോൾ എന്തിനാ കാണണമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു. പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ഇവരെടുത്ത ആ ഒരു വീഡിയോ, അവരുടെ ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കുക, ഇത് നോക്കാൻ പറഞ്ഞു. അപ്പോൾ ശ്രീഹരിയും അതുപോലെ നമ്മുടെ അച്ചുകൂടെ അഭിനയിച്ച ആ ഒരു ഷോട്ടാണ്. അപ്പോൾ എനിക്ക് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ എനിക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് അച്ചു പറയുന്നു. ഈ ഇഷ്ടത്തിന് ഞാനെന്താ തരേണ്ടതെന്നൊക്കെ ചോദിച്ചുള്ള ഡയലോഗുകളും കാര്യങ്ങളും ഇത് കേട്ട് കഴിഞ്ഞപ്പം ആരോട് ചോദിച്ചിട്ടാണ് നീ ഇത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം മനസ്സിലായില്ല. ഏതോ ഒരുത്തൻ്റെ കൂടെ അഴിഞ്ഞാടിയില്ലേ, അതിന് എൻ്റെ സമ്മതം ഉണ്ടായിരുന്നു എന്നാ ചോദിച്ചത്. അഴിഞ്ഞാടിയെന്നു? പരസ്യത്തിൽ അഭിനയിക്കുന്നത് എങ്ങനെ അഴിഞ്ഞാട്ടാകുന്നതെന്ന് അച്ചു അന്നേരം ചോദിക്കുക. അതും എൻ്റെ കൂടെ സ്ഥാപനത്തിൻ്റെ കാര്യത്തിലാണെന്ന് പറഞ്ഞപ്പം അഭിനയിക്കുന്നതിന് മുമ്പ് എന്നോട് ചോദിക്കണമെന്ന് അറിയില്ലായിരുന്നു നിനക്കെന്ന് നിഖിൽ ചോദിച്ചു. പറഞ്ഞല്ലോ, സേതുവേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു.
സേതുവേട്ടൻ അത് സമ്മതിക്കുകയും ചെയ്തു എന്ന് അച്ചു പറഞ്ഞപ്പം സേതുവേട്ടനല്ല ഞാനാ നിന്നെ കെട്ടാൻ പോകുന്നതെന്ന് നിഖിൽ പറഞ്ഞു. കെട്ടാൻ പോകുന്നല്ലേ ഉള്ളൂ, കെട്ടിയില്ലല്ലോ, ഭരണമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി എന്ന് അച്ചു പറഞ്ഞപ്പം അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് നിഖിൽ ചോദിച്ചു. ഒച്ച വെക്കണ്ട, പറഞ്ഞു മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. എന്നിട്ട് ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുക നിഖിലിനെ. ഇതിങ്ങനെ ഓരോന്ന് മാറി മാറി കാണിച്ചു കൊടുക്കുക. ഇത് നോക്കാൻ പറഞ്ഞു. നിഖിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു. നിഖിലിനൊന്നും പറയാനില്ല. നിഖിൽ ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കും കേട്ടോ. അങ്ങനെ കാണിച്ചു. ഇത് നിങ്ങൾ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഇവൻ്റെ നാവിറങ്ങിപ്പോയി. നിങ്ങൾക്കിതാവാം, എനിക്ക് അഭിനയിക്കാൻ പാടില്ല അല്ലേ എന്ന് അച്ചു ചോദിച്ചപ്പം ഈ ഫോട്ടോസ് ഇതെങ്ങനെയാണ് നിനക്ക് കിട്ടിയെന്ന് ചോദിച്ചപ്പം അതൊക്കെ എന്തിനാണ് നിങ്ങളറിയുന്നതെന്ന് അച്ചു അന്നേരം ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ വേഗം നല്ല കുട്ടിയായിട്ട് അച്ചുവിൻ്റെ മുന്നിൽ വന്നു. എൻ്റെ പൊന്നവന്തികെ, ഞാൻ വെറുതെ ദേഷ്യപ്പെട്ടതല്ലേ, നിന്നെ വെറുതെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടിയിട്ട്, സത്യം പറഞ്ഞാലേ നിന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാ വരാൻ പറഞ്ഞതെന്നും പറഞ്ഞുകൊണ്ട് നിഖിൽ പറയാം. നിന്റെ ഉള്ളിലൊരു കലാകാരി ഉണ്ടെന്നുള്ളത് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്ന് പറഞ്ഞ് നേരെ റൂട്ട് തിരിച്ചു പിടിക്കുമോ നിഖിൽ. നീ എത്ര വേണമെങ്കിലും അഭിനയിച്ചോ, എനിക്ക് അതിലൊരു പരാതി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പരാതി ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. നിങ്ങളുടെ ഫോട്ടോസ് കാണിച്ചപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി മലക്കം പറയുന്നതാണ് നിങ്ങളെന്ന്. അതുകൊണ്ട് എല്ലാ കള്ളത്തരവും പെട്ടെന്ന് എനിക്ക് മനസ്സിലാകുമെന്ന് നമ്മുടെ അച്ചു നിഖിലിനോട് പറഞ്ഞു. നിഖിലിൻ്റെ സകല തോന്നിവാസം അച്ചു കൈയോടെ പിടിച്ചു എന്നുള്ളതാണ് സത്യം. ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും എന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്താൽ ഞാൻ സേതുവേട്ടനെ വിവരം അറിയിക്കുമെന്ന് അച്ചു പറഞ്ഞു. എൻ്റെ ഗാർഡിയൻ ഇപ്പോൾ സേതുവേട്ടനായിരിക്കും പിന്നെ നിഖിലിനെ കാണാൻ വരുന്നത്, അത് ഓർമ്മയിൽ വേണമെന്ന് പറഞ്ഞു. പിന്നെ താലി കെട്ടാൻ തീരുമാനിച്ചു എന്ന് കരുതി ഞാനൊരു അടിമയായി മാറും എന്നാരും കരുതണ്ടാന്നും അച്ചുവിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. എനിക്കത് ഇഷ്ടമല്ല എന്നും പറഞ്ഞിട്ട് അച്ചു അവിടെ നിന്ന് പോയി. നിഖിൽ ഇങ്ങനെ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവൻ്റെ കളിയൊന്നും അച്ചുവിൻ്റെ അടുത്ത് നടക്കില്ലെന്നുള്ള കാര്യം അവന് തന്നെ മനസ്സിലായി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതോ നമ്മുടെ സേതുവും അതുപോലെ പല്ലവിയും കൂടെ അവരുടെ വീട്ടിലേക്ക് വരിക. അപ്പോൾ അവരുടെ വീട്ടിലേക്ക് വന്നപ്പോൾ നിങ്ങളെന്താ പെട്ടെന്നൊരു മുന്നറിയിപ്പില്ലാതെ എന്ന് ചോദിച്ചു. മിത്രേട്ടനും ഉണ്ണിക്കുട്ടനും കൂടെ അങ്ങ് ഇറങ്ങി വന്നു. അപ്പോൾ ഞങ്ങളോട് ഒരാൾ വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ആര് പറഞ്ഞിട്ടാ? അതൊക്കെ ഉണ്ട്, ഇപ്പം എത്തും എന്ന് സേതു പറഞ്ഞു തീർന്നില്ല. അതിന് മുമ്പ് ഒരു പോലീസ് വണ്ടി അങ്ങോട്ട് വരും. അപ്പോൾ പോലീസുകാരെന്ന് ഓർത്ത് ഇവരിങ്ങനെ പേടിച്ച് നിൽക്കുക കേട്ടോ. അപ്പം മേഡം അങ്ങനെ ഇറങ്ങി വന്നു. മേഡം ഇറങ്ങി വന്നപ്പം ഇങ്ങനൊരു മീറ്റിംഗ് വേണമെന്ന് ആവശ്യപ്പെട്ടത് നിരഞ്ജന മേഡമാ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വേണമെന്ന് പറഞ്ഞതും മേഡമാണ്. അതാ ഈ സ്ഥലം തന്നെ തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം പല്ലവി. ഇന്ദ്രജിത്ത് അവനെ കാണാതായിട്ട് ദിവസങ്ങളൊക്കെ ആയല്ലോ എന്ന് മേഡം അങ്ങനെ പറയാട്ടോ. അവനെ പിടിക്കുക എന്നുള്ളത് നിങ്ങളുടെ മാത്രമല്ല ഇപ്പം എൻ്റെയും കൂടെ ആവശ്യമാണെന്ന് ആ മേഡം പറഞ്ഞു. കാണാതായ ഒരാളെ കണ്ടെത്താൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാനൊക്കെ പിന്നെ എന്തിനാ യൂണിഫോം ഇട്ട് നടക്കുന്നത് എന്ന് മേഡം ഇവരോട് ചോദിക്കും കേട്ടോ. നാണക്കേടാണ് ഡിപ്പാർട്ട്മെൻറ്റിന് മുഴുവനും. അതുകൊണ്ട് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത് നിങ്ങളോട് പറയാനാണ് നിങ്ങളെ വിളിച്ചത്. ഈ കേസിൽ ഏറെക്കുറെ ഞാൻ ഒറ്റയ്ക്കാണെന്ന് ആ മേഡം പറയുവാണ്. ആരുടെയെങ്കിലും സഹായമില്ലാതെ എനിക്ക് ഈ കേസ് തെളിയിക്കാനോ മുന്നോട്ട് പോകാനോ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ മേഡം പറഞ്ഞോളൂ, എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവനെ കൊല്ലണോ അതിനുവരെ ഞങ്ങൾ തയ്യാറാ എന്ന് ഈ മിത്രേട്ടൻ അന്നേരം പോലീസിനോട് പറയും കേട്ടോ. അങ്ങനെയാണ് തീരുമാനമാണെങ്കിൽ കൊല്ലാനുള്ള അവസരം എനിക്ക് തരണം, കൊന്നിട്ട് ജയിലിൽ പോകാൻ ഞാൻ തയ്യാറാണെന്നും അങ്ങനെയെങ്കിലും പല്ലവി ചേച്ചി രക്ഷപ്പെടുമല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ ഉണ്ണിക്കുട്ടൻ. അപ്പോൾ കൊലപാതകമല്ല മേഡത്തിൻ്റെ മനസ്സിൽ നിന്ന് സേതു പറഞ്ഞു. അപ്പോൾ അതെ, നിയമലംഘനം ഒരു കാരണവശാലും ഞാൻ അനുവദിച്ച് തരില്ല എന്ന് പറഞ്ഞു. എനിക്ക് ഈ കേസിൽ എന്നെ സഹായിക്കാൻ ഏക വഴിയുള്ളൂ, അത് പല്ലവിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനെന്താ മേഡം ഇതിൽ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞു തരാമെന്ന് മേഡം പറഞ്ഞു. അങ്ങനെ മേഡം എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കും അവരോട്. അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇവരെല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുക. മേഡത്തിൻ്റെ ഉപാധികൾ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതെല്ലാം കേട്ടപ്പോൾ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സമ്മതമാണോ എന്ന് ഈ മേഡം ചോദിച്ചു. തീരുമാനം ഉടനെ തന്നെ പറയണമെന്നൊന്നുമില്ല, ആലോചിച്ചിട്ട് സാവകാശം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. പക്ഷെ പെട്ടെന്ന് വേണം എന്ന് പറഞ്ഞു കേട്ടോ. നമ്മുടെ മുന്നിൽ ഇനി അധികം സമയമൊന്നും ഇല്ല എന്നും പറഞ്ഞു മേഡം അവിടെ നിന്ന് അങ്ങ് പോയി. അപ്പോൾ ഇവരിങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കും. ഇതിനെന്താ ഒരു പോം വഴി? ഈ ഒരു കാര്യം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതുവും പല്ലവിയും ഒരു സ്ഥലത്ത് മാറി നിന്ന് സംസാരിക്കുക. മേഡം പറഞ്ഞതിനെപ്പറ്റി താൻ എന്താ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് സേതു അന്നേരം പല്ലവിയോട് ചോദിച്ചു. അത് നടപ്പിലാക്കാനാണോ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് പല്ലവിയും പറഞ്ഞു. താൻ അങ്ങനെ തീരുമാനം എടുക്കണോ? റിസ്ക് അല്ലേ പല്ലവി അതെന്ന് ചോദിച്ചപ്പം റിസ്ക് ആണ്, പക്ഷെ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതം കൈവിട്ട് പോകും സേതുവേട്ടാ എന്ന് പല്ലവി സേതുവിനോട് പറയുക. ഇന്ദ്രനെ എങ്ങനെയെങ്കിലും പുറത്താക്കണ്ടേ, നമുക്ക് പുറത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ കൊണ്ടുവരണം, പുറത്ത് കൊണ്ടുവരണം. പക്ഷേ അതിനിത് മാത്രമേ ഉള്ളൂ വഴി എന്ന് ചോദിച്ചപ്പം വേറെ എന്ത് വഴിയാണ് സേതുവേട്ടാ നമ്മുടെ മുന്നിലുള്ളത്? ഒരുപാട് ആലോചിച്ച നിരഞ്ജന മേഡം ഇങ്ങനൊരു വഴി കണ്ടുപിടിച്ചതെന്നും പിന്നെ അനുസരിക്കാനാ എനിക്ക് തോന്നുന്നതെന്നും പല്ലവി സേതുവിനോട് പറയണം. അപ്പോൾ വേണ്ട എന്ന് പറയണമെന്നുണ്ട്, പക്ഷേ മുന്നിൽ കിടക്കുന്ന ഒരു പ്രതിസന്ധി ഓർക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലെന്ന് സേതു പറഞ്ഞു. ഈ ഒരു കാര്യത്തിൽ നമ്മൾ മുൻകൈ എടുത്തില്ലെങ്കിൽ ഇത് ഒരിക്കലും പുറത്തു വരാൻ പോകുന്നില്ല സേതുവേട്ടാ. അതുകൊണ്ടാണ് അപകടമാണെന്ന് അറിയാമെങ്കിലും നിരഞ്ജന മേഡം പറഞ്ഞ വഴി ഏറ്റെടുക്കാൻ ഞാൻ തീരുമാനിച്ചത് എന്ന് നമ്മുടെ പല്ലവി സേതുവിനോട് പറയണം. അപ്പോൾ പുറത്ത് ഞാനുണ്ട്, എന്ത് സഹായത്തിനും എപ്പോൾ വേണമെങ്കിലും പല്ലവിക്ക് എന്നെ വിളിക്കാമെന്ന് പറഞ്ഞു.
അപ്പോൾ വിളിക്കേണ്ട ആവശ്യം വരാതിരിക്കട്ടെ എന്ന എൻ്റെ പ്രാർത്ഥനയെന്ന് പല്ലവി അന്നേരം സേതുവിനോട് പറയാം. ഇന്ദ്രൻ അയാൾ മാത്രമാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളൂ എന്ന് നമ്മുടെ പല്ലവി ഇങ്ങനെ സേതുവിനോട് പറഞ്ഞു കേട്ടോ. ഏതു വിധേനയും അയാളെ കണ്ടുപിടിക്കുക, അയാൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുക, അതെനിക്ക് സാധിച്ചാൽ ഞാൻ ജയിച്ചു എന്ന് പല്ലവി സേതുവിനോട് പറയാം. അങ്ങനെ രണ്ടും കൽപ്പിച്ച് നമ്മുടെ പല്ലവി ഇറങ്ങുവാണ്. അപ്പോൾ അങ്ങനെ പല്ലവി ഇറങ്ങുന്നത് വിജയത്തിനായിരിക്കുമെന്ന് സേതു ഇങ്ങനെ പറയണു. അങ്ങനെ അതെല്ലാം പറഞ്ഞതിന് ശേഷം ഒരു വണ്ടിയിലേക്ക് കയറി സേതു ഏട്ടാ, അതെ എനിക്കൊരാഗ്രഹം കൂടി ഉണ്ട് എന്നിങ്ങനെ പറയുന്നു നമ്മുടെ പല്ലവി സേതുവിനോട്. എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടി എനിക്ക് പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞു പല്ലവി. ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്നൊന്നും ഇപ്പം അവരോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല എന്നും പല്ലവി സേതുവിനോട് പറയാം. നിശബ്ദമായിട്ട് എനിക്ക് അനുഗ്രഹം വാങ്ങിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് പല്ലവിയുടെ ഒരാഗ്രഹവും ഇനി നടക്കാതെ പോകില്ല എന്ന് സേതു പല്ലവിയോട് പറയാം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് അവിടെ നിന്ന് പോരുന്നിടത്ത് അന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ല. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിന്നും നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിച്ചു നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.